മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി N അരുൺ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ മൂവാറ്റുപുഴ RDO പ്രേംജി മുൻപാകെയാണ് പത്രിക സമർപ്പണം നടത്തിയത്. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ ആദ്യ പത്രിക സമർപ്പിച്ചതും N അരുൺ തന്നെയാണ്. മൂവാറ്റുപുഴ നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി N അരുൺ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ മൂവാറ്റുപുഴ RDO പ്രേംജി മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. അരുൺ എന്ന ഞാൻ കേരള നിയമസഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്തു. LDF നേതാക്കളും മുൻ MLA മാരുമായ ഗോപി കോട്ടമുറിക്കൽ, ബാബു പോൾ, ജോണി നെല്ലൂർ, CPM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് അനീഷ് M. മാത്യു എന്നിവർ പത്രികാ സമർപ്പണ വേളയിൽ അരുണിനോടൊപ്പം ഉണ്ടായിരുന്നു. ജനങ്ങളിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രചരണമാണ്. കേരളത്തിലുടനീളം മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണം എന്നുള്ളൊരു ആഗ്രഹം മലയാളക്കരയാകെയുണ്ട്. സ്വാഭാവികമായും അതിന്റെ ആ ഒരു സ്പിരിറ്റിൽ തന്നെയാണ് മൂവാറ്റുപുഴയിലെ വോട്ടർമാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ സ്ഥാനാർത്ഥിയെല്ലാം നോക്കിക്കാണുന്നത്. വളരെ ശക്തമായ പ്രവർത്തനം. ഞങ്ങൾ SIR പ്രവർത്തനം ആരംഭിച്ച ഘട്ടം മുതലേ ഇടതുമുന്നണിയുടെ ബൂത്ത് തലം വരെയുള്ള യോഗങ്ങൾ ചേർന്ന് അതിന്റെ പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നോട്ട് പോവുകയാണ്. നന്നായി വോട്ട് ചേർത്തിട്ടുണ്ട്, ഒഴിവാക്കേണ്ട വോട്ടുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. വളരെ സജീവമായ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ്. മൂവാറ്റുപുഴ വാഴപ്പള്ളി ജംഗ്ഷനിൽ നിന്നും LDF നേതാക്കളായ PR മുരളീധരൻ, അഡ്വക്കേറ്റ് PM ഇസ്മയിൽ, KA നവാസ്, ജോളി പൊട്ടയ്ക്കൽ, സജി ജോർജ്, AK അനിൽകുമാർ, അഡ്വക്കേറ്റ് ഷൈൻ ജേക്കബ്, ബൈജു പായിപ്ര, ഇമ്മാനുവൽ പാലക്കുഴി എന്നിവരുൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് LDF സ്ഥാനാർത്ഥി പത്രികാ സമർപ്പണത്തിനായി എത്തിച്ചേർന്നത്. പത്രികാ സമർപ്പണത്തിന് ശേഷം മിനി സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരോട് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു.